ലോകചരിത്രത്തിൻ്റെ ദിശ മാറ്റിയെഴുതിയ ഗതക്കാലം. അറിവിനും സമ്പത്തിനും ശാസ്ത്രത്തിനും വേണ്ടി ഒരു ജനത ഉണർന്നെഴുന്നേറ്റ കാലഘട്ടം. ഇരുണ്ട ഭൂഖണ്ഡങ്ങൾ ജ്ഞാനത്തിനായി ദാഹിച്ചപ്പോൾ ലോകത്തെ പ്രകാശിപ്പിച്ച മഹത്തായ സാമ്രാജ്യം. അതാണ് അബ്ബാസിയ ഖിലാഫത്ത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ സന്തതികളായിരുന്നു അബ്ബാസിയർ. ഹിജ്റ 132 AD 750 ഇസ്ലാമിക ലോകം ഒരു നിർണായക മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ഭരണപരവും സാമൂഹികവുമായ അസമത്വങ്ങളിൽ പൊരുതിമുട്ടിയ ഒരു ജനത ഉമവിയ ഖിലാഫത്തിനെ അട്ടിമറിച്ച് അബുൽ അബ്ബാസ് അസ്സഫാഹിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണത്തിന് തുടക്കമിട്ടു. ഈ വിപ്ലവം ഒരു രാജവംശത്തെ മാത്രമല്ല മാറ്റിയത്, ഇസ്ലാമിക പൗരത്വത്തിന് തുല്യത നൽകുകയും പേർഷ്യൻ അറബ് സംസ്കാരങ്ങളെ ഏകീകരിച്ച് പുതിയൊരു സാമ്രാജ്യത്തിൻ്റെ പിറവിക്ക് തുടക്കം കുറിച്ചു. 5 നൂറ്റാണ്ടിലധികം ലോകത്തെ അടക്കിഭരിച്ച ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെയിരിക്കെ അബ്ബാസികൾക്ക് ഒരു പുതിയ കേന്ദ്രം ആവശ്യമായിരുന്നു. ഹിജ്റ 142 ഖലീഫ അൽ മൻസൂർ ഒരു ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു. ടൈഗ്രീസ് നദിക്കരയിൽ അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യാ മികവോടെ ഒരു നഗരം, മദീനത്തുസ്സലാം അഥവാ സമാധാനത്തിൻ്റെ നഗരി, ഇന്നറിയപ്പെടുന്ന ബഗ്ദാദ്. ലോകത്ത് അന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വൃത്താകൃതിയിലുള്ള നഗരമായിരുന്നു അത്. ബഗ്ദാദ് വെറുമൊരു തലസ്ഥാനമായിരുന്നില്ല, അത് ലോകത്തിൻ്റെ സാമ്പത്തികവും ഭരണപരവുമായ നാടിഞ്ഞരമ്പായിരുന്നു. പേർഷ്യൻ പാരമ്പര്യങ്ങൾ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതോടെ ശക്തമായ ഒരു ബ്യൂറോക്രസി അതോടെ നിലവിൽ വന്നു. ദിവാൻ എന്ന സർക്കാർ ഓഫീസുകൾ രാജ്യം ഭരിച്ചു. കൂടാതെ രാജാവിന് താഴെയുള്ള പ്രധാനമന്ത്രിക്ക് തുല്യമായ വസീർ എന്ന പദവിക്ക് പ്രാധാന്യമേറി. ബാർക്കമീഡ് പോലുള്ള പ്രശസ്തരായ വസീർ കുടുംബങ്ങൾ ഈ കേന്ദ്രീകൃത ഭരണത്തിന് കരുത്തേകി. ഇവർക്ക് കീഴിൽ അബ്ബാസിയ ഖിലാഫത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും സംഘടിതവുമായ സാമ്രാജ്യവുമായി വളർന്നു. ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ് ഇസ്ലാമിൻ്റെ സുവർണയുഗം. ശാസ്ത്രം, സംസ്കാരം, ഭരണ സംവിധാനം, വിദ്യാഭ്യാസം എന്നിവയിൽ വലിയ മാറ്റം വരുത്തി. അവരുടെ പൈതൃകം ഇന്നും ലോകത്തിൻ്റെ വിജ്ഞാന രംഗത്ത് തെളിഞ്ഞു നിന്നു. ഇതിൻ്റെ എല്ലാം കേന്ദ്രബിന്ദു ഖലീഫ ഹാറൂൻ അൽ റഷീദിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രൻ അൽ മഅ്മൂനിൻ്റെയും രക്ഷാകർതൃത്വത്തിൽ വളർന്ന ബൈത്തുൽ ഹിക്കമിയ അഥവാ വൈജ്ഞാനിക സൗധം ആയിരുന്നു അത്. ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. യൂറോപ്പ് ഇരുട്ടിലായിരുന്നപ്പോൾ ബഗ്ദാദിൽ ഗണിതവും വൈദ്യശാസ്ത്രവും തത്വചിന്തയും പഠിക്കാനായി ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാർ ഒഴുകിയെത്തുമായിരുന്നു. ഈ കാലഘട്ടം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് അൽ ഖവാരിസ്മി കണ്ടെത്തിയ അൽജിബ്ര. അൽ റാസി വസൂരിയെയും അഞ്ചാംബനിയെയും വേർതിരിച്ചറിഞ്ഞു. ഇബ്നു സീനയുടെ വിഖ്യാത കൃതിയായ അൽ ഖാനൂനു ഫി തിബ്ബ് വൈദ്യശാസ്ത്ര നിയമങ്ങൾ നൂറ്റാണ്ടുകളോളം യൂറോപ്പിലെ വൈദ്യശാസ്ത്ര പാഠപുസ്തകമായിരുന്നു. വാനനിരീക്ഷണത്തിനായി സ്ഥാപിച്ച ആദ്യത്തെ ആധുനിക നിരീക്ഷണാലയങ്ങൾ ബഗ്ദാദിലായിരുന്നു. ഇവർ നിർമ്മിച്ച വാനനിരീക്ഷണ കേന്ദ്രം ആസ്ട്രോലബ് കപ്പൽ യാത്രയ്ക്കും സമയനിർണയത്തിനും പുതിയ മാനങ്ങൾ നൽകി. അബ്ബാസിയരുടെ വിജ്ഞാനവും വാണിജ്യ ബന്ധങ്ങളും യൂറോപ്പിലും ഇന്ത്യയിലും ചൈനയിലുമെല്ലാം പടർന്നു. ഇതിലൂടെ യൂറോപ്പിലെ റിനൈസൻസ് കാലഘട്ടത്തിന് അടിത്തറയായി. അറബിക് ശാസ്ത്രഗ്രന്ഥങ്ങളും പിന്നീട് യൂറോപ്യൻ സർവകലാശാലകളിൽ പഠന വിഷയമായി. സാംസ്കാരിക രംഗത്തും ഈ കാലം അമൂല്യമായിരുന്നു. 1001 രാവുകൾ പോലെയുള്ള സാഹിത്യകൃതികൾ പിറന്നത് ഈ സാംസ്കാരിക പുരോഗതിയുടെ അടയാളമാണ്. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ സമുറായിലെ മാലവീയ മിനാരം പോലുള്ള പള്ളികൾ ഇസ്ലാമിക കലയുടെ സൗന്ദര്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതോടൊപ്പം ഇസ്ലാമിക നിയമത്തിൻ്റെയും ഹദീസുകളുടെയും ക്രോഡീകരണം പൂർത്തിയാക്കി. നഷ്ടപ്പെട്ട ഇസ്ലാമിക വിജ്ഞാനം അബ്ബാസിയ ഭരണത്തിന് കീഴിൽ പിന്നീട് പുനരുദ്ധാനം ചെയ്യപ്പെട്ടു. ഖിലാഫത്ത് മതനേതൃത്വത്തിലും ജ്ഞാനവിജ്ഞാനത്തിലും കേന്ദ്രസ്ഥാനം നേടി. ഇസ്ലാമിക പണ്ഡിതശാസ്ത്രവും ഫിഖ് വ്യവസ്ഥകളും ഈ കാലത്ത് ഉറപ്പിച്ചിരുന്നു. 5 നൂറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. 10-ാം നൂറ്റാണ്ടോടെ സാമ്പത്തിക പ്രതിസന്ധികളും ആഭ്യന്തര കലഹവും ഖിലാഫത്തിനെ ദുർബലപ്പെടുത്തി.
ഈജിപ്തിലെ ഫാത്തിമികൾ പോലുള്ള പ്രാദേശിക ശക്തികൾ സ്വയംഭരണം പ്രഖ്യാപിച്ചു. കൂടാതെ ഭരണപരമായ പിടിയയഞ്ഞതോടെ തുർക്കി വംശജരായ കൂലിപ്പട്ടാളക്കാരുടെ സ്വാധീനം വർദ്ധിച്ചു. ഖലീഫമാർ വെറും പേരിന് ഭരണാധികാരികളായി മാറുകയും അധികാരം യാഥാർത്ഥ്യത്തിൽ സെൽജൂക്കുകൾ അടങ്ങുന്ന സൈനിക ശക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ദുർബലമായ സാമ്രാജ്യത്തിന് മേൽ അവസാനത്തെ ഇരുട്ടൽ വീണു. മധ്യേഷ്യയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ മംഗോളിയൻ സൈന്യം തിരിച്ചെത്തി. ഹിജ്റ 656 AD 1758 ലോക ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ വർഷങ്ങളിലൊന്ന്. ഹുലാഗു ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോൾ സൈന്യം ബഗ്ദാദ് വളഞ്ഞു. നഗരം ആക്രമിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ മൃതിയടഞ്ഞു. ബൈത്തുൽ ഹിക്കമിയയിലെ അമൂല്യ ഗ്രന്ഥങ്ങൾ ടൈഗ്രീസ് നദിയിൽ വിലയം പ്രാപിച്ചു. നദിയിലെ വെള്ളം മഷി കൊണ്ട് കറുത്തുപോയെന്ന് ചരിത്രം പറയുന്നു. അവസാനത്തെ അബ്ബാസിയ ഖലീഫയും ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. ഇസ്ലാമിക ലോകത്തിന്റെ പ്രൗഢമായ തലസ്ഥാനം നശിപ്പിക്കപ്പെടുകയും 5 നൂറ്റാണ്ടോളം ലോകത്തെ നയിച്ച ഖിലാഫത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു. ബഗ്ദാദ് നശിപ്പിക്കപ്പെട്ടെങ്കിലും അബ്ബാസിയുകൾ ലോകത്തിന് നൽകിയ പൈതൃകം ഇന്നും നിലനിൽക്കുന്നു. അബ്ബാസിയരുടെ വിജ്ഞാനത്തിന്റെ പൈതൃകവും സ്വാധീനവും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അറബി ഭാഷയും സാഹിത്യവും ബഗ്ദാദിലൂടെ ലോകമെങ്ങും പടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക കലയും വാസ്തുവിദ്യയും ഇന്നത്തെ മസ്ജിദ് രൂപകൽപ്പനകളിൽ കാണാം. ശാസ്ത്രം, തത്വചിന്ത, വിദ്യാഭ്യാസം, ബഗ്ദാദ് പൈതൃകം യൂറോപ്പിന്റെ റിനൈസിനും അടിത്തറയായി. ആൽജിബ്രയും ആതുര സേവനത്തിന്റെ ആദ്യ മാതൃകകളും വിവർത്തനത്തിലൂടെ അവർ സംരക്ഷിച്ച തത്വചിന്താ ഗ്രന്ഥങ്ങളും ഇതൊന്നുമില്ലായിരുന്നുവെങ്കിൽ ആധുനിക നാഗരികത പൂർണ്ണമാവില്ലായിരുന്നു. ഇന്നും ബഗ്ദാദ് ഇറാഖിന്റെ തലസ്ഥാനമായി നിലകൊള്ളുന്നു. ഇപ്പോഴും ബഗ്ദാദ് നഗരത്തിൽ അബ്ബാസിയ കാലഘട്ടത്തിലെ പുരാവസ്തുക്കളും ശില്പകലാ ശൈലിയും നിർമ്മാണ നിർമ്മിതികളും നമുക്ക് കാണാൻ സാധിക്കും. അബ്ബാസിയ ഖിലാഫത്ത് ശാസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും വെളിച്ചം ലോകത്തിന് നൽകിയ സുവർണ കാലഘട്ടമായി ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അബ്ബാസിയ ഖിലാഫത്ത്.